ഗൈസ്, അങ്ങനെ നമ്മുടെ ടിയാഗോ ഇവിയുടെ സെക്കൻഡ് സർവീസ് ആയിട്ടാ. സർവീസിന്റെ ആ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചത് 7000 കിലോമീറ്ററിന്റെ സെക്കൻഡ് സർവീസിനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണേ. അപ്പൊ ഈ 7000 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടിക്ക് എന്തെല്ലാം പറ്റി, വണ്ടിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി, എത്ര കറണ്ട് ചാർജ് വന്നു, മെയിൻ്റെനൻസ് പ്രശ്നമുണ്ടോ, അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയുടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇന്നത്തെ തൃശ്ശൂർ പുലിക്കളിയായിട്ട് അതിന്റെ തിരക്കും ആഘോഷങ്ങളൊക്കെ ആയിട്ടാട്ടോ. അപ്പൊ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഇപ്പില്ല. ഉച്ചരിയുമ്പോഴേക്കും ഇവിടെ ഫുൾ ക്രൗഡും തിരക്കും വണ്ടികളൊക്കെ ആവട്ടെന്ന് ടൗൺ മൊത്തം. നമ്മളിന്ന് സർവീസിന് കൊടുക്കാൻ പോണത് തൃശ്ശൂർ പുഴയ്ക്കലുള്ള ഹൈസൺ മോട്ടോഴ്സിലാട്ടോ. എനിക്ക് ഫസ്റ്റ് സർവീസ് ചെയ്തിട്ടും ഇത് യാതൊരു പ്രശ്നങ്ങളൊന്നും അവരായിട്ട് തോന്നിയില്ല. ഇനി സെക്കൻഡ് സർവീസിന് നമ്മൾ പോവാ. മേജറായിട്ടും കുറച്ച് ഐറ്റംസ് മാത്രം മാറ്റാനുള്ളൂ എന്നാണ് അവിടുത്തെ സർവീസ് അഡ്വൈസറോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇവിടെ പൂങ്കുന്നം സിഗ്നലിൽ നമ്മൾ നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച നോക്കിയ നേരെ പുലിക്കളിയായിട്ട് എൻ്റെ സ്റ്റേജ് വർക്കും കാര്യങ്ങളൊക്കെ ലോറിയിൽ സെറ്റ് ചെയ്തേക്കാണ്. അതിനുപരിയായിട്ട് ഞാനിവിടെ ഒരു ഡോട്ട് താഴെ ഒരു സെറ്റപ്പ് വന്ന് കിടക്കണുണ്ട് ഓറഞ്ച് കളറിൽ. നമ്മുടെ ടയർ പ്രഷർ അധികമായിട്ടാണ് അത് കത്തി കിടക്കണം. 7141 കിലോമീറ്റർ ടോട്ടൽ ഓടിക്കഴിഞ്ഞു കേട്ടോ, 2-2.5 മാസമായിട്ട്. പിന്നെ ഈ വാഹനം നമ്മൾ ടിയാഗോ ഇലക്ട്രിക് ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലത്തെ മേജർ കാരണം പെട്രോൾ അടിക്കണ്ട, താഴെ ഒരുപാട് താഴെട്ടാ കാശ് വരല്ലോ, കറണ്ട് കാശ്. പിന്നെ ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ കണ്ടങ്ങനെ വണ്ടി ഓട്ടോമാറ്റിക് മൂവ് ചെയ്യും. ക്ലച്ച് ഒന്നും ഇല്ലല്ലോ, ഗിയർ ഒന്നും. സിറ്റിയിൽ കൊണ്ടുനടക്കാൻ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. 10 ലക്ഷം രൂപയുടെ താഴെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് ടിയാഗോ ഇലക്ട്രിക്. പിന്നെ നമ്മുടെ റോട്ടിൽ നോക്കി കഴിഞ്ഞാലും എവിടെ നോക്കി കഴിഞ്ഞാലും ടിയാഗോ EV ആണ് കാണാൻ സാധിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി വിടുക. സ്റ്റേജ് വർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണൊക്കെ ഉച്ചയാകുമ്പോഴേക്കും ഉച്ച തിരിയുമ്പോഴേക്കും പവർ ഔട്ടാ കാര്യങ്ങളൊക്കെ. ഇനി നമ്മുടെ വണ്ടീനെ കുറിച്ച് പറയാം. നമ്മുടെ ഏകദേശം 9.45 താഴെ ആയിട്ടുള്ളൂ കേട്ടോ ഓൺ ദ റോഡ് പ്രൈസ്. അതായത് 9,45,000 രൂപയുടെ താഴെ ആയിട്ടുള്ളൂ. പിന്നെ 10 ലക്ഷം രൂപയുടെ താഴെ എടുക്കാൻ പറ്റിയുള്ള ബെസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ MG കോമറ്റ് ആട്ടോ. നമുക്ക് ഈ ഒരു വണ്ടിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് മാത്രം. അങ്ങനെ സർവീസ് സെന്റർ എത്തി. ഇവിടെ ഏകദേശം ഇന്ന് കുറെ വണ്ടികൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓണം കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറെ വണ്ടികൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഇത്രയും നാളും ഓടിച്ചിട്ട് നമുക്ക് ആകെ ഒരു ചെറിയൊരു പ്രശ്നം വന്നത് ചാർജിങ് സ്റ്റേഷൻസ് കുറവാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി വാഹനം പരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടേണ്ട വന്നിട്ടില്ല. പിന്നെ ഇതായത് ഡിഫോൾട്ട് ആയിട്ട് ഒരു ലൈറ്റ് കത്തി എടുക്കേണ്ടത്, അത് എയർ കൂടി അടിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അത് നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് കൊടുത്തപ്പോൾ അവിടുത്തെ ബംഗാളികൾ കൂട്ടി എയർ അടിച്ചതിൻ്റെ ഒരു പേരാണ്. ഒരു സ്ലിപ്പ് കിട്ടി. ഇനി നമ്മുടെ ആ ഒരു അസിസ്റ്റൻസ് ആയിട്ടുള്ള ചേട്ടനെ കാണണം കേട്ടോ. ചേട്ടനെ അസിസ്റ്റ് ചെയ്യും. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉച്ചിരിഞ്ഞ് നോക്കിയാലോ. ഏകദേശം 5:30 സമയമായപ്പോഴേക്കും നമ്മുടെ വാഹനത്തിന്റെ ഫുൾ സർവീസ് കഴിഞ്ഞു എന്നിട്ട് കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മേജറായിട്ടും മാറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോ കാണിച്ചു തരാം. ഈ സ്ക്രീനിന്റെ സൈഡിലായിട്ട് ഏകദേശം മോട്ടോർ ഓയിലും കാര്യങ്ങളൊക്കെയാണ് മാറ്റിയിട്ടുള്ളൂ. 1800 രൂപയുടെ അടുത്താണ് നമ്മുടെ മൊത്തം ബില്ലായിട്ടുള്ളൂ. ചെക്കൻ വരണൊക്കെ എന്റെ മോനെ ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്തുള്ള ഒരു കളറാട്ടോ. ഭയങ്കര ഒരു അട്രാക്റ്റീവ് കളറാണ്. ഈ ചില്ലായി ചേട്ടാ. അത് ചാർജ് ചെയ്തിട്ടുണ്ടോ വണ്ടിയിൽ? ചാർജ് ചെയ്തിട്ടില്ലേ? ഓക്കെ ചേട്ടാ, കണ്ടു. ശരി. നമ്മുടെ അഡ്വൈസർ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വർക്ക് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബാക്കിൽ യൂട്യൂബ് സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. അതിനൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ മഴ സീസണിൽ വണ്ടിയുമേ കുറെ ഡോട്ടുകൾ ഉണ്ടായിരുന്നു. അത് ഈ റോട്ടിൽ നിന്ന് തെറിച്ച് വരുന്ന ആ ഒരു ടാറിന്റെ ഒരു ഐറ്റാണ്. അതെല്ലാം അവർ പക്കയായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയറിലും നല്ല ക്ലീൻ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വാഹനത്തിന് ഇതുവരെ നേരിടേണ്ട വന്നിട്ടില്ല. നമ്മൾ സീറ്റ് കവറൊന്നും പൊളിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സ്ഥിരം ഓടുന്ന ഒരു കാറാണ്. നമ്മൾ ഡെയിലി ഏകദേശം 100 കിലോമീറ്ററിന്റെ അടുത്ത് ഓടും. പിന്നെ അതായത് ചാർജിങ് സ്റ്റേഷൻസ് ചാർജ് ചെയ്യുന്ന സമയത്ത് കട്ടാവും, അതായത് കറണ്ട് പോവും. അന്നേരം നമ്മൾ വണ്ടി ഇട്ട് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാട്ടോ. പിന്നെ റിട്ടേൺ ഓൺ ആക്കണമെങ്കിൽ നമ്മൾ അടുത്ത് തന്നെ വേണ്ടി വരും. പിന്നെ കൂടുതലും ഡ്രൈവ് മോഡിൽ ഇട്ടിട്ടാണ് ഞാൻ ഓടിക്കുക. സ്പോർട്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. സ്പോർട്സിലിട്ട് ഓടിച്ചോണ്ടല്ലോ എന്റെ മോനെ വെടിയുണ്ട പോണ പോലെ കേട്ടോ. അതായത് പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എപ്പോഴും അതായത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഭക്ഷണം കയ്യിൽ വെച്ച് പോയി കഴിഞ്ഞാലുണ്ടല്ലോ അന്നേരം തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഒരു ഓട്ടോറിക്ഷ പോലും ഉണ്ടാവില്ല കേട്ടോ കിട്ടാനായിട്ട്. കുറെ ദൂരം നടന്നിട്ട് വേണം. ഈ രാത്രി നട്ടപ്പാതിരക്ക് 2 മണി 3 മണിക്കൊന്നും ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ട്രാവൽ ചെയ്യുക. പിന്നെ ചാർജ് എത്ര കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഏകദേശം 150 മുതൽ 200 കിലോമീറ്റർ വരെ ഈ 7000 സർവീസ് കഴിഞ്ഞിട്ടും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് ഓടിക്കാനായിട്ടുള്ള ഒരു രീതിന്റെ ആ രീതിക്ക് ഓടിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ചാർജ് കിട്ടും. എപ്പോഴും കാർ ഓൺ ആക്കി കഴിഞ്ഞാൽ റീജനറേഷൻ 2ാമത്തെ മോഡിൽ ഇട്ടിട്ടാണ് ഞാൻ ഓടിക്കുക. പിന്നെ ഓവർ ത്രോട്ടിൽ ആക്സിലറേഷൻ എപ്പോഴും കൊടുക്കാതിരിക്കുക. മാക്സിമം ചെറിയ ത്രോട്ടിൽ നിന്ന് 100 വരെ എത്തിക്കാൻ നോക്കുക. ഒറ്റയടിക്ക് ചവിട്ടി കഴിഞ്ഞാൽ മോട്ടറിനെ ഓവർ പവർ ആട്ടത്. അങ്ങനെ ചവിട്ടി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ചാർജ് കിട്ടുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല എന്ന് ആരും കംപ്ലൈന്റ് പറഞ്ഞു വന്നിട്ട് കാര്യമില്ല.
എനിക്ക് ഇവിടുന്ന് ഞാൻ കൊല്ലം തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്. വളരെ നിസ്സാരമായിട്ടുള്ള കാശ് എനിക്ക് വന്നിട്ടുള്ളൂ. പിന്നെ അടുത്തൊരു സെറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് നാൾ മുമ്പ് വരെ 1 കിലോവാട്ട് ചാർജ് അടിക്കാനായിട്ട് 21 സംതിങ് ആയിരുന്നു. ഇപ്പൊ അത് ഓൺ ആയിട്ടാണെന്ന് തോന്നുന്നു ഏകദേശം 24 സംതിങ് വരെ ആക്കിയിട്ടുണ്ട് ഒറ്റ കിലോവാട്ടിനെ. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് അടിക്കാറില്ല. ഒരു മാസം മുമ്പ് വരെ പുറത്തുനിന്ന് അടിച്ചപ്പോൾ നമുക്ക് 250 രൂപയ്ക്ക് ഫുൾ ചാർജ് ആയിരുന്നു. ഇപ്പൊ 300 രൂപ ഫുൾ ചാർജ് ആവാനായിട്ട് പുറത്തുനിന്ന് അടിക്കാനുള്ള കാശ്. ഒരു കാര്യം കൂടെ ആലോചിക്കണം, 300 രൂപയ്ക്ക് നമുക്ക് ഒറ്റയടിക്ക് 200 കിലോമീറ്റർ ഓടാട്ടാ. മറ്റുള്ള പെട്രോൾ കാറുകളും ഡീസൽ കാറുകളാണെങ്കിൽ നിങ്ങൾ എന്തോരാന്ന് ആലോചിക്കുക. പിന്നെ നിങ്ങൾ ആലോചിക്കും 1 മണിക്കൂർ കുത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ പോയാലും 2-3 മണിക്കൂർ ഈ 200 കിലോമീറ്റർ ഓടേണ്ടി വരും. ഒറ്റ സ്ട്രെച്ചിന് ആരും ഒരു സ്ഥലത്തേക്ക് ഓടിച്ചെത്തിക്കില്ല. നമുക്ക് റിഫ്രഷ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഫാമിലിയും കൂടി ഉണ്ടെങ്കിൽ 1 മണിക്കൂർ എന്തായാലും പോവും. ആ സമയം ചാർജിന് ഇട്ടാൽ മതി. വാഹനം നമ്മുടെ എല്ലാ പരിപാടികളും കഴിയുമ്പോൾ ചാർജ് ഫുള്ളായിട്ട് അവിടെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ആപ്പ് ഉണ്ട്, ഞാൻ സൈഡിൽ ഇതേ കാണിച്ചു തരാം. ഈ ആപ്പ് പ്രകാരം നമുക്ക് എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് കാണാൻ പറ്റും. വണ്ടി എവിടെയൊക്കെ കിടക്കണമെന്നും എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നും ഇനി പോകുന്ന വഴിയിൽ എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടെന്നും അതുപോലെ ഡിഫോൾട്ട് എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പാണ് ടാറ്റ മോട്ടോഴ്സ് കൊടുക്കണം. എനിക്ക് തോന്നുന്നു MG എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥാപനത്തിൽ ആ ഒരു ആപ്പിനെ കൊല്ലം പൈസ അടച്ചു കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കണേ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും കൂടി കൺവീനിയന്റും കംഫർട്ടും ആണ് ടാറ്റ മോട്ടോഴ്സിന് നമ്മുടെ ടിയാഗോ EV എടുക്കുമ്പോൾ. ഇനി അത് മാത്രമല്ല, ടിയാഗോ EVയുടെ മുകളിലുള്ള എല്ലാ കാറുകളില്ലേ ടാറ്റയിലത്തെ, അതായത് കർവ്, നെക്സോണ്, നമ്മുടെ ഹാരിയർ, എല്ലാ വണ്ടികളും അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വാറന്റിയാണ്. നമ്മുടെ വാഹനം അതിൽ പെട്ടില്ല കേട്ടോ. ഭാവിയിൽ അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എനിക്ക് അടുത്ത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, നമ്മൾ എത്ര ദൂരം ലോങ് ഡ്രൈവ് ചെയ്താലും യാതൊരു രീതിക്കുള്ള ക്ഷീണവും കാര്യങ്ങളും നമ്മുടെ വാഹനം പരമായിട്ട് തരില്ല കേട്ടോ. അത്രയും കോൺഫിഡൻസും കംഫർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ടാറ്റ ലാൻഡ് റോവറും ജാഗോറും മേടിച്ചതിന് ശേഷം അവരുടേതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ പല രീതിക്കായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ടാറ്റയുടെ എല്ലാ വെഹിക്കിൾസിലും. അപ്പൊ ആ ഒരു അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ടെക്നോളജിയും ബാറ്ററീസ് ആണ് വെച്ചേക്കണേ. പിന്നെ 100% ഞാനൊരു കാര്യം പറയാണ്, അതായത് 100 വണ്ടികൾ എടുത്ത ഒരു വണ്ടി എന്തായാലും ഡിഫോൾട്ട് പരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. അത് നമ്മൾ സർവീസ് ചെയ്ത് ബെറ്റർ ആയിട്ട് കൊണ്ടുനടക്കാന്ന് നമ്മുടെ ഒരു ചുമതലയാണ്. അല്ലാണ്ട് റാഷ് ആയിട്ട് യൂസ് ചെയ്തതിന് ഏത് വണ്ടിയും മോശം തന്നെയായിരിക്കും. സിറ്റി ഡ്രൈവിനെ പറ്റിയുള്ള ബെസ്റ്റ് വണ്ടിയാണ് അടുത്തൊരു ഓപ്ഷൻ എന്ന നിലയ്ക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ക്ലച്ച് ചവിട്ടി നമ്മൾ ആക്സലറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ബ്രേക്ക് വിട്ടാൽ വാഹനം ഇങ്ങനെ ഒഴുകി അങ്ങ് പൊക്കോളും. ഇനി അടുത്തൊരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർമന്റെ മ്യൂസിക് സിസ്റ്റം ആണ് വാഹനത്തിൽ കൊടുത്താണ്. നമ്മൾ സെക്കൻഡ് വേരിയന്റ് ആണ് കേട്ടോ എടുത്താണ്. അതായത് XT എന്ന് പറഞ്ഞുള്ള വേരിയന്റ് നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കറാണ്, JBLന്റെ സ്പീക്കറാണ്. അപ്പൊ അതും പുറത്തുനിന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും ഫേക്ക് ആയിട്ടോ വാഹനത്തിനെ പൊക്കി അടിച്ചിട്ടോ ആരെയും കാശ് മേടിച്ചിട്ടോ പറയുന്നല്ല കേട്ടോ. ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഇത്രയും നാളും വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മുടെ വാഹനത്തിന്റെ നമ്പർ ഇട്ടേക്കുന്നത് 0819 ആണ്. അത് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒത്തിരി ആഗ്രഹിച്ചെടുത്തുള്ള ഒരു ഡേറ്റും കൂടിയാണ് ആ ഒരു 19 എന്ന് പറഞ്ഞുള്ള ഒരു നമ്പർ. അതിന് ഏകദേശം 3500 രൂപയുടെ അടുത്തായിട്ടോ RTO സൈറ്റിൽ നിന്ന് എടുത്തപ്പോൾ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വിശേഷങ്ങൾ. നിങ്ങളൊരു ടിയാഗോ EV യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. എങ്ങനെയുണ്ട് വാഹനത്തിന്റെ കംഫർട്ടും കൺവീനിയൻസും അതുപോലെ സർവീസ് പരമായിട്ടുള്ള കാര്യങ്ങളും. ഇപ്പോൾ ഒരുപാട് ഇലക്ട്രിക് വണ്ടികളാണ് റൂട്ടിൽ, ബൈക്കായാലും നമ്മുടെ കാറുകളായാലും ബസ്സുകൾ വരെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാക്കി കൂടെ നിങ്ങൾക്ക് എന്തോരം ആൾക്കാർ ഇതിന്റെ ആ ഒരു മൈലേജ്, അത് മാത്രല്ല ഇതിന്റെ ഒരു ലാഭം മനസ്സിലാക്കിയിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. അപ്പൊ കൂടുതൽ ചാർജിങ് സ്റ്റേഷൻസ് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ വേറൊരു അഭിപ്രായം കൂടി ഉണ്ട്. ടാറ്റ മോട്ടോഴ്സ് ഇത് കേൾക്കുകയാണെങ്കിൽ ടിയാഗോന് ഒറ്റ ചാർജിൽ 500 കിലോമീറ്റർ കിട്ടാവുന്ന ഒരു വണ്ടിയും കൂടെ ഇറക്കി കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ ലോങ് ഡ്രൈവ് പോകാനും നമുക്ക് ബെസ്റ്റ് തന്നെയാണ്. ഇവിടുന്ന് തിരുവനന്തപുരം വരെ നമ്മൾ പോയപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് ചാർജ് ചെയ്തായിരുന്നു ഏകദേശം 250 രൂപയ്ക്ക്. പിന്നെ അവിടെ തിരുവനന്തപുരം എത്തി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും നമ്മൾ ഏകദേശം മൂവാറ്റുപുഴയ്ക്ക് മുമ്പായിട്ട് ഒരു തവണ കൂടെ അടിച്ചു. പിന്നെ തൃശ്ശൂർ എത്തി. അപ്പൊ നിങ്ങൾക്ക് വണ്ടിയുടെ ചാർജിന്റെ ആ ഒരു കാശ് മനസ്സിലായിട്ടുണ്ടാവില്ല ഏകദേശം എത്രയെന്ന്. 4 ആൾക്കാർ തിരുവനന്തപുരം വരെ പോയി വരാനായിട്ട് വെറും 500 രൂപയുടെ മുകളിൽ, അതായത് തൊട്ടടുത്ത് ആ ഒരു കാശ് നമുക്ക് വേണ്ടി വരും. 500-600 മാക്സിമം പോയിട്ട് വരാം AC-ലിട്ടാ കംഫർട്ടായിട്ട്. ഇനി നിങ്ങൾക്ക് വണ്ടി പരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തോളൂ. വണ്ടിയുടെ എന്ത് കാര്യങ്ങളായാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്കൊരു മനസ്സിലാക്കി തരാം മാക്സിമം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ അയച്ചു കൊടുക്കാട്ടോ. എങ്ങനെയുണ്ട് ചെക്കൻ, പൊളിയല്ലേ?